ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആർമീസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് 1.25 ടീസ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്ത്, 1 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്ത്, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തു. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പസോഡയാണ് കേട്ടോ. ചിലർക്കത് അറിയില്ല, അതുകൊണ്ടാണ്. നമുക്കിതൊന്ന് അരിച്ചിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നേരിട്ട് ഇളക്കി കൊടുക്കുന്നത്. 2-3 പ്രാവശ്യം അരിച്ചാലും മതി. ഇനി നനവൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ വാനില എസൻസ് ഒക്കെ തീർന്നു പോയി. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ആകെ ഒരു 1/2 ടീസ്പൂണുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണേ ഉള്ള കിട്ടിയത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് ഇഷ്ടം നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ലത് 1 ടീസ്പൂൺ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര ആയിരുന്നു പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്യാം. 4 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഫ്ലോപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെയാണ് മുട്ട കിട്ടേണ്ടത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, കാരണം അത് ഹാർഡായി പോവും, കേക്ക് റെഡിയായി കിട്ടില്ല. ഇനി കുറേശ്ശായിട്ട് നമുക്ക് ഇതിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് ഇതിൻ്റെ വാഷറും വിസിലൂടെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഗ്യാസിൽ വെക്കാനായിട്ട്. ഇതുപോലെ അരമണിക്കൂർ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. കുക്കായത് അറിയണമെങ്കിൽ നമ്മളതിൽ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അപ്പോഴാണ് കുക്കായി എന്ന് അറിയുന്നത്. ഇനി നമുക്കത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ മുകൾ ഭാഗം പൊങ്ങിയതുകൊണ്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു നൂല് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയറുകളൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 3 or 4 ആക്കാൻ നമ്മളെ ഇഷ്ടമാണ്. നമുക്കിതിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഒരു ബോർഡിൽ ആദ്യം കുറച്ച് ക്രീം വെക്കണം, കേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് പഞ്ചസാര സിറപ്പാണ്. അത് കുറച്ച് പാലൂടെ ഒഴിച്ചപ്പോൾ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഹാർഡാവാതിരിക്കാനാണ്. നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. ഇവിടെയുള്ള കുട്ടികൾക്ക് ക്രീം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നല്ലതുപോലെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്ര കട്ടിയിലൊന്നും ചെയ്യണമെന്നില്ല.
ഇനി നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നടുവിൽ അതുപോലെ ഒരു പാത്രം വെച്ചിട്ടുള്ളത് നമുക്ക് അവിടെ പേരെഴുതാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ സൈഡിലൂടെ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റണായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കാൻ പണി. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഇതിപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. വീട്ടിലിരിക്കുക കേട്ടോ. നമ്മളെ കേക്കിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കേക്ക് അറിയാത്തവരിതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതൊക്കെ നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും ഇൻഷാ അല്ലാഹ്.